ലീനിയർ ആൾജിബ്രയിലെ തേർഡ് മൊഡ്യൂളാണ് ഡിറ്റർമിനൻറ്റ്സ്. ഇതിനകത്ത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് 4 സെക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഫുള്ളായിട്ട് ഇൻട്രൊഡക്ഷൻ, അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഈ അപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ആണ് പറയുന്നത്. അതായത് ഒരു 4 പ്രോപ്പർട്ടി, 4 യൂസസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ്, അത് 4 പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സാമിന് വരാൻ തക്ക രീതിയിലൊന്നുമില്ല, പക്ഷേ ഇൻട്രൊഡക്ഷൻ പറയണമല്ലോ, അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ. The determinants provides an explicit formula for each entry of A inverse and A inverse B. അതായത് മെയിനായിട്ട് ഡിറ്റർമിനൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എ ഇൻവേഴ്സും എ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ആ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ 4 യൂസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദേ ടെസ്റ്റ് ഫോർ ഇൻവേർട്ടബിലിറ്റിയും ഇൻവേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഇൻവേർട്ടബിലിറ്റി, ഇഫ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് 0 ദെൻ എ ഈസ് സിംഗുലർ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണെങ്കിൽ ആ മെട്രിക്സിന് സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ എ ഈസ് ഇൻവേർട്ടബിൾ. നോട്ട് ഈക്വൽ ടു 0, നോൺ സീറോ ആണെങ്കിൽ, ഡിറ്റർമിനൻറ്റ് വാല്യൂ നോൺ സീറോ ആണെങ്കിൽ അതിനെ ഇൻവേർട്ടബിൾ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇൻവേർട്ടബിൾ മീൻസ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എ ഇൻവേഴ്സ് 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ മീൻസ് ഇൻവേഴ്സ് ഓഫ് എ എക്സിസ്റ്റ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറയാം നെക്സ്റ്റ് മൊഡ്യൂളിൽ, 4th മൊഡ്യൂൾ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സിൽ വരുന്നതാണ്. അതായത് ഡിറ്റർമിനൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫാമിലി ഓഫ് മെട്രിക്സസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എ മൈനസ് ലാംഡ ഐ. എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണലിൽ നിന്ന് ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ്. ദ പാരാമീറ്റർ ലാംഡ ഈസ് സബ്ട്രാക്റ്റഡ് അലോങ് ദി മെയിൻ ഡയഗണൽ ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ്. The problem is to find the eigenvalues for which a minus lambda I is singular. അതായത് എ മൈനസ് ലാംഡ ഐ സിംഗുലർ ആകുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും. ടെസ്റ്റ് ഈസ്, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. നമ്മൾ നമുക്കൊരു ഡിറ്റർമിനൻറ്റ് നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ ഡയഗണലിൽ നിന്ന് ലാംഡ എന്ന് പറയുന്നൊരു പാരാമീറ്റർ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ കിട്ടും. ഇറ്റ് ഈസ് ഓഫ് ഡിഗ്രി എൻ. ദ മെട്രിക്സ് ഹാസ് എൻ ഐഗൺ വാല്യൂസ്. അപ്പോൾ നമുക്കറിയാം ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എൻ ആണെങ്കിൽ അതിന് എൻ റൂട്ട്സ് ഉണ്ട്. ആ റൂട്ട്സിനെ തന്നെയാണ് ശരിക്കും പറയാൻ നമ്മൾ ഐഗൺ വാല്യൂസ് എന്നിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പോളിനോമിയൽ കിട്ടും. ഇറ്റ് ഈസ് ഓഫ് ഡിഗ്രി എൻ ആൻഡ് വി ഗെറ്റ് എൻ ഐഗൺ വാല്യൂസ്. അതായത് എൻ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് കിട്ടും, അതിനെ തന്നെയാണ് എൻ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനും ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യാം. അതാണ് ടെസ്റ്റ് ഫോർ ഇൻവെർട്ടിബിലിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, സിംപ്ലി പറയുകയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പം വോളിയം കണ്ടുപിടിക്കാൻ ദ സെക്കൻഡ് യൂസ് ആണ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽസ് വോളിയം ഓഫ് എ ബോക്സ് ഇൻ n ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ്, ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോളിയമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് യൂസ് ആവുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനാണ്. ഇത് ഒരു ക്യൂബ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ഡി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളിയം, ഡി എക്സ് ഡി വൈ ഡി ഇസഡ്, അത് ത്രീ ഡയമെൻഷണൽ സ്പേസിലുള്ളത്. അപ്പോൾ ഡി വി ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വോളിയം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണിത്. ട്രിപ്പിൾ ഇൻറ്റഗ്രൽ വെക്റ്റർ ഇൻറ്റഗ്രേഷനിൽ വരുന്ന പോർഷനാണിത്. ശരിക്കും പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി വി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ പ്രൊസീജിയറിൽ, അതായത് വോളിയം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഈ എക്സ് വൈ ഇസഡിനെല്ലാം നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഫോർമാറ്റിൽ ഒന്നുകിൽ പോളാർ കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, അല്ലെങ്കിൽ സ്പെരിക്കൽ കോർഡിനേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യൂബായതുകൊണ്ട് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഇസഡ് ഈക്വൽ ടു ഇസഡ് തന്നെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡി എക്സ് എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. ഇത് നമ്മൾ ഇൻ ടേംസ് ഓഫ് യുവിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എലമെൻറ്റ് വരുന്നത് ജെ ഇൻറ്റു ഡി ആർ ഡി തീറ്റ ഡി ഇസഡ്, ജെ ഡി ആർ ഡി തീറ്റ ഡി ഇസഡ്. ഈ ജെ എന്ന് പറയുന്നത് ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് എന്ന് പറയും. ജക്കോബിയൻ ഡിറ്റർമിനൻ്റ്
നിങ്ങൾക്ക് കഴിഞ്ഞ സെമ്മിലോ പ്രീവിയസ് ഏതെങ്കിലും സെമ്മിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും ജക്കോബിയൻ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ജക്കോബിയൻ കണ്ടുപിടിക്കേണ്ടത് ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, ഡോ എക്സ് ബൈ ഡോ ഇസഡ്. സെയിം വേ ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ വൈ ബൈ ഡോ ഇസഡ്, ഡോ ഇസഡ് ബൈ ഡോ ആർ, ഡോ ഇസഡ് ബൈ ഡോ തീറ്റ, ഡോ ഇസഡ് ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ വെച്ചിട്ട് അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ആർ എന്ന് കിട്ടും. അപ്പോൾ ജക്കോബിയൻ്റെ വാല്യൂ തന്നെ ജെ ഈക്വൽ ടു ആർ. The value of this determinant is j equal to r. It is the r in the cylindrical volume element. അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ആർ എന്ന് കിട്ടി. അതായത് ശരിക്കും പറഞ്ഞാൽ ആർ ഡി തീറ്റ, ഇവിടെ നമുക്ക് ഡി എക്സ് ഡി വൈ ഡി ഇസഡ്, അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ആർ ഡി തീറ്റ ഡി ഇസഡ് അങ്ങനെ വരും. അപ്പോൾ ആ ജക്കോബിയൻ കണ്ടുപിടിക്കേണ്ടത് തന്നെ ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ആ ഡിറ്റർമിനൻറ്റ് യൂസേജാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് യൂസേജ് വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ആവും. അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല, എക്സസൈസ് പോലും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടി പറയുന്നൊരു കാര്യം. ഇതിൻ്റെ തന്നെ അതായത് അടുത്തൊരു സെയിം കാര്യം തന്നെ, അത് നമുക്ക് ഇപ്പം ക്യൂബ് ആയതുകൊണ്ട് ഒരു ഫിഗറൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ. അപ്പോൾ ബോക്സ് ഫോംഡ് ഫ്രം റോസ് ഓഫ് എ ഈക്വൽ ടു volume equal to determinant. അപ്പോൾ determinant value gives the volume of the cube. Third usage എന്ന് പറഞ്ഞാൽ the determinant gives a formula for each pivot. Pivot എന്ന് പറഞ്ഞാൽ റോ എക്ലോൺ ഫോം, അതായത് നമുക്ക് മെട്രിക്സിൽ തന്നെ നമ്മൾ റോ എക്ലോൺ ഫോമിലോട്ടൊക്കെ ചേഞ്ച് ചെയ്യും. റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് റോ എക്ലോൺ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റാണ് പൈവോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈവോട്ടിൻ്റെ ഒരു ഫോമുല തരുന്നുണ്ട് ഡിറ്റർമിനൻറ്റ്. പൈവോട്ട് നമുക്ക് അടുത്തിനി പോകെ വരുന്ന സെക്ഷനിൽ മെൻഷൻ ചെയ്യും, അപ്പോൾ പറയാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പ്രോഡക്റ്റ് ഓഫ് പൈവോട്ട്സ്. അതായത് നമുക്ക് പൈവോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പം ശരിക്കും പറയാം പൈവോട്ട് എന്ന് പറഞ്ഞാൽ റോ എക്ലോൺ ഫോമിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റാണ് പൈവോട്ട്. അടുത്ത ഫോർത്ത് വൺ നമുക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. Determinant measures the dependence of A inverse B on each element of B. അതായത് നമുക്ക് the determinant is applied to find A inverse. ഇതാണ് മെയിനായിട്ട് പറയേണ്ടത്. അതായത് ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനൻറ്റ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ക്രമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 4 മെയിൻ യൂസസ്, ഇത് ഇൻട്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. 4 യൂസസ് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഡിറ്റർമിനൻറ്റിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്. പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും, കാരണം പ്രീവിയസ് ആയിട്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളുമാണ് ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ സൊല്യൂഷൻ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം നിന്ന് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് റൂള് തരും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും പ്രോബ്ലം തരും, എന്നിട്ട് നിങ്ങളുടെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തരും. അപ്പോൾ എക്സസൈസ് ആയിട്ടാണ് ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുള്ള എക്സസൈസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്, ആദ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി സി ഡി വിച്ച് ഇസ് ഈക്വൽ ടു എ ഡി മൈനസ് ബി സി. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്, ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കേണ്ടത് എ ഡി മൈനസ് ബി സി. ഇനിയാണ് ഓരോ റൂള്, ഈ 1, 2 എന്ന് കൊടുത്തിട്ടുള്ള റൂൾ 1, റൂൾ 2, റൂൾ 3 അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യണേ. അങ്ങനെ കാരണം അടുത്ത് നീ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ റൂൾ 1, റൂൾ 2 എന്നേ പറയാറുള്ളൂ. അപ്പോൾ ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് 1, അതെല്ലാവർക്കും അറിയായിരിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 ആണ്. സെക്കൻഡ് വൺ, ദ ഡിറ്റർമിനൻറ്റ് ചേഞ്ചസ് സൈൻ വെൻ 2 റോസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ 2 റോസ് സി ഡി എ ബി, 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ വ്യത്യാസം വരും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. കണ്ടു, സി ബി മൈനസ് എ ഡി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി. അപ്പം ഡിറ്റർമിനൻറ്റ് ചേഞ്ചസ് സൈൻ വെൻ 2 റോസ് ആർ ഇൻ്റർചേഞ്ച്. 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റർമിനൻറ്റ് വാല്യൂ ചേഞ്ച് ആവും, സൈൻ ചേഞ്ച് ആവും. പിന്നെ ദ
ഡിറ്റർമിനൻറ്റ് ഓഫ് എവറി പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് പി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഈ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1ഉം 0ഉം മാത്രം വരുന്ന മെട്രിക്സ് ആണ് പെർമ്യൂട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ 1ഉം 0ഉം മാത്രമേ വരുള്ളൂ അതിനകത്ത്. അതായത് ഏകദേശം ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 ആയിരിക്കും. നമുക്ക് ഇവിടെയും 1 ആണല്ലോ. അപ്പോൾ അതുപോലെ ഡിറ്റർമിനൻറ്റ് ഓഫ് എവറി പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ഇസ് ഡിറ്റർമിനൻറ്റ് ഓഫ് പി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അത് സെക്കൻഡ് റൂൾ. അടുത്ത തേർഡ് റൂൾ, the determinant depends linearly on the first row. Suppose A, B, C are the same from the second row down, and row 1 of A is a linear combination of the first rows of B and C. Then determinant of A is same combination of determinant B and determinant C. അതായത് 3 മെട്രിക്സ് ഉണ്ട്, A, B, C. ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് എയും ബിയും സിയും തമ്മിൽ സം ലീനിയർ കോമ്പിനേഷനിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂവും സെയിം കോമ്പിനേഷൻ ഓഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് സി എന്ന് പറയാം. ശരിക്കും ഈ റൂൾ സിയിൽ പറയുന്ന കാര്യം നെക്സ്റ്റാണ് വരുന്നത്. The linear combination involves 2 operations. ഇതാണ് മെയിനായിട്ട് പറയേണ്ടത്. റൂൾ 3യിൽ മെയിനായിട്ട് പറയേണ്ടത്. 2 ഡിറ്റർമിനൻറ്റ് ആഡ് ചെയ്യുമ്പം എ ബി സി ഡി, എ ഡാഷ് ബി ഡാഷ് സി ഡി, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഡാഷ് ബി പ്ലസ് ബി ഡാഷ് സി ഡി. ഇത് ആഡിങ് വെക്റ്റേഴ്സ് ബൈ എ സ്കേലാറാണ്. അടുത്ത് ടി എ ടി ബി സി ടി, അങ്ങനെയാണെങ്കിൽ ഈ സ്കേലാർ ടീനെ പുറത്തെടുത്തിട്ട് ടി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി സി ഡി എന്ന് എഴുതാം. അപ്പോൾ ആഡിങ് വെക്റ്റേഴ്സ് ബൈ എ സ്കേലാർ ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ സ്കേലേഴ്സ്. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 ഡിറ്റർമിനൻറ്റ്സ്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അടുത്ത് ഫോർത്ത് റൂൾ, ഇഫ് 2 rows ഓഫ് എ ആർ ഈക്വൽ, ഒരു മെട്രിക്സിൻ്റെ 2 rows ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. ഇവിടെ എ ബി സെയിം റോ, അതുകൊണ്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0. ഫിഫ്ത്ത് റൂൾ, സബ്ട്രാക്റ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 1 row ഫ്രം അനദർ റോ ലീവ്സ് ദ സെയിം ഡിറ്റർമിനൻറ്റ്. അതായത് അത് നോക്കിക്കോ, റോ ഓപ്പറേഷൻ. ഇവിടെ എ മൈനസ് എൽ ഇൻറ്റു സി, അപ്പം സിയുടെ ഒരു മൾട്ടിപ്പിൾ കൊണ്ട് ഇവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സബ്ട്രാക്റ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 1 row ഫ്രം അനദർ റോ ലീവ്സ് സെയിം ഡിറ്റർമിനൻറ്റ്. അതുപോലെ ഇവിടെ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ എൽ ഇൻറ്റു ഡി വെച്ചിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ റോ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ തന്നെയായിരിക്കും ഇതിന്. ഇറ്റ് ഈസ് ദ സെയിം ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഒരു മൾട്ടിപ്പിൾ വെച്ച് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു റോയെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒറിജിനൽ ഡിറ്റർമിനൻറ്റിൻ്റെ സെയിം ആയിരിക്കും. സിക്സ്ത് റൂൾ, ഇഫ് എ ഹാസ് എ റോ ഓഫ് സീറോസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു റോ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അടുത്ത സെവൻത്ത് പ്രോപ്പർട്ടി, ഇഫ് എ ഈസ് ട്രയാങ്കുലർ then determinant of A is the product of the diagonal entries A11, A22, etc. AN. അതായത് നമ്മുടെ മെട്രിക്സ് ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇഫ് ദ ട്രയാങ്കുലർ എ ഹാസ് വൺസ് അലോങ് ദി ഡയഗണൽ ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 1. അതായത് മെയിൻ ഡയഗണലിൻ്റെ വാല്യൂസ് എല്ലാം 1 ആണെങ്കിൽ, ഒരു ട്രയാങ്കുലർ മാട്രിക്സ് ആണ്, അതിൻ്റെ മെയിൻ ഡയഗണലിലുള്ള എല്ലാ വാല്യൂസും 1 ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 ആയിരിക്കും. ട്രയാങ്കുലർ മാട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രയാങ്കുലർ മാട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലർ എ ബി 0 ഡി. അതിൻ്റെ വാല്യൂ മൾട്ടിപ്പിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എ ഇൻറ്റു ഡി. ഇതൊരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് A0 CD, അതിൻ്റെതും പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എ ഡി. അതിൻ്റെ ഒരു പ്രൂഫായിട്ട് അവർ തന്നിട്ടുണ്ട്. പ്രൂഫ് ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വേറെ ക്വസ്റ്റ്യൻസിലുണ്ടോയെന്ന് അറിയില്ല. പ്രൂഫായിട്ട് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ സപ്പോസ് ദ ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ, അപ്പോൾ നമ്മൾ മെയിൻ ഡയഗണലിലുള്ള വാല്യൂസ് നോൺ സീറോ എന്ന് എടുക്കുകയാണ്. ദെൻ എലിമിനേഷൻ ക്യാൻ റിമൂവ് ഓൾ ദി ഓഫ് ഡയഗണൽ എൻട്രീസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡിറ്റർമിനൻറ്റ്. ദ എലിമിനേഷൻ ക്യാൻ റിമൂവ് ഓൾ ദി ഓഫ് ഡയഗണൽ എൻട്രീസ്, അതായത് ഡയഗണലിൽ ഇല്ലാത്ത മറ്റ് എലമെൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? റൂൾ 5 എന്ന് പറഞ്ഞാൽ സബ്ട്രാക്റ്റിംഗ്. കണ്ടോ? അതായത് നമ്മൾ സാധാരണ റോ എലിമിനേഷൻ, അങ്ങനെ നമ്മൾ കോളം എലിമിനേഷനൊക്കെ സാധാരണ ചെയ്യാറുള്ളതല്ലേ റാങ്കൊക്കെ കണ്ടുപിടിക്കാൻ.
അതുപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൂൾ 5 യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ഡയഗണൽ അല്ലാത്ത എലമെൻറ്റിനെ 0 ആക്കാൻ പറ്റും. Then elimination can remove all the off diagonal entries without changing the determinant. If A is lower triangular, the steps are downward as usual. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ലോവർ ട്രയാങ്കുലർ ആണെങ്കിൽ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് പോലെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും മെയിൻ ഡയഗണലിൻ്റെ ആൻസർ മാത്രം കിട്ടും. അപ്പർ ട്രയാങ്കുലർ ആണെങ്കിൽ ദ ലാസ്റ്റ് കോളം ഈസ് ക്ലിയർഡ് ഔട്ട് ഫസ്റ്റ് യൂസിങ് മൾട്ടിപ്പിൾസ് ഓഫ് ANN. അതപ്പോൾ അപ്പർ ട്രയാങ്കുലർ ആണെങ്കിൽ ലാസ്റ്റ് കോളം ഒന്നും ഉണ്ടാവില്ല, എല്ലാത്തിനും 0 എൻട്രീസ് ആയിരിക്കും. എയ്തർ വേ വി റീച്ച് ദ ഡയഗണൽ മെട്രിക്സ് D. ഇപ്പോൾ ഏത് വേയിൽ എടുത്താലും നമുക്ക് ലാസ്റ്റ് ഈ ഒരു മെയിൻ ഡയഗണൽ മാത്രം വരുന്ന ഒരു മെട്രിക്സിൽ വരുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് D ഈക്വൽ ടു, അപ്പം ആ ഒരു പുതിയ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ A11 A22 എക്സെട്രാ ടു ANN. അത് തന്നെയാണല്ലോ നമുക്ക് മറ്റേ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് I എടുക്കുമ്പോഴും നമുക്ക് അങ്ങനെയാണ്. ഡയഗണലിൻ്റെ വാല്യൂ ഇല്ലേ വരും A11 A22 എക്സെട്രാ ANN. അപ്പോൾ നമുക്ക് മെയിൻ ഡയഗണലിൻ്റെ ഡയഗണൽ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്ലൈയിങ് റൂൾ 3 ഫാക്ടറിങ് ഔട്ട് A11. റൂൾ 3 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് എലമെൻറ്റിനെ പുറത്തെടുക്കാൻ പറ്റും. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് T ഇൻറ്റു A ഈക്വൽ ടു T ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് A എന്ന് പറയുന്ന ഒരു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ലീവ്സ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് I ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആൻഡ് ഫൈനലി ANN ലീവ്സ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ യൂസിങ് റൂൾ 1, ഫസ്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് I ഈക്വൽ ടു 1 നമുക്കറിയാം. അപ്പോൾ നമുക്ക് മെയിൻ ഡയഗണലിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് I ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്ത നോട്ട്, അതായത് ഇഫ് എ ഡയഗണൽ എൻട്രി ഈസ് 0 ദെൻ എലിമിനേഷൻ വിൽ പ്രൊഡ്യൂസ് എ 0 റോ. അപ്പോൾ ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 ആണെങ്കിലും നമുക്ക് അടുത്ത എലിമിനേഷൻ നമ്മളിപ്പോൾ ഓരോ എലമെൻ്റ് ആയിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0 റോ കിട്ടും. 0 റോ കിട്ടിയാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആവും. സെക്കൻഡ് വൺ, വെൻ എ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് സിംഗുലർ മീൻസ് ഡിറ്റർമിനൻ്റ് വാല്യൂ 0, ദ ഡിറ്റർമിനൻ്റ് ഈസ് 0. ഓൾ സിംഗുലർ മെട്രിക്സ് ഹാവ് എ 0 ഡിറ്റർമിനൻ്റ്. അടുത്ത 8th റൂളാണ്. അടുത്ത 8th റൂൾ, ഇഫ് A ഈസ് സിംഗുലർ ദ ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു 0. അത് ഓൾറെഡി പറഞ്ഞ കാര്യം. സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0, ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0. സിംഗുലർ മെട്രിക്സ് ABCD ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഒരിക്കലും സിംഗുലർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആയിരിക്കില്ല. ഇഫ് ആൻഡ് only if AD minus BC equal to 0. സിംഗുലർ മെട്രിക്സ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് only if AD minus BC equal to 0. അതാണ് കണ്ടീഷൻ. The product of pivots, determinant of A equal to plus or minus determinant of U equal to plus or minus. അതായത് പ്രോഡക്റ്റ് ഓഫ് പൈവോട്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് പ്ലസ് ഓർ മൈനസ് D1 D2, അതായത് ഡയഗണൽ D1 D2 D3 എക്സെട്രാ ടു DN. അതാണ് A11 A22 എക്സെട്രാ ANN എന്ന് പറയുന്നതിനാണ് D1 D2 എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 9th റൂൾ, the determinant of AB is the product of determinant of A times determinant of B. അതായത് ഇത് determinant of A into determinant of B equal to determinant of AB. അതിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് determinant of A കൊടുത്തിട്ടുണ്ട്, determinant of B കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇത്. അടുത്ത determinant of A inverse എന്ന് പറഞ്ഞാൽ 1 by determinant of A. Determinant of A into determinant of A inverse equal to determinant of A inverse equal to determinant of I. A inverse എന്ന് പറയുമ്പോൾ I which is equal to 1. അടുത്ത് transpose. The transpose of A has the same determinant as A itself. അപ്പോൾ determinant of A transpose is equal to determinant of A. 10th rule ആണ് determinant of A transpose equal to determinant of A. A is singular if and only if A transpose is singular. A singular if and only if A transpose is singular. If A is non-singular, അപ്പോൾ നമുക്ക് നോൺ സിംഗുലർ ആണെങ്കിൽ പ്രോഡക്റ്റിൽ എഴുതാൻ പറ്റും. P ഇൻറ്റു A ഈക്വൽ ടു സം L ഇൻറ്റു D ഇൻറ്റു U. ഇത് ഓരോന്നും ഓരോ ഡിറ്റർമിനൻ്റ് ആണ്. L D U ഇത് ഓരോന്നും ഓരോ ഡിറ്റർമിനൻ്റ് ആണ്. അതടുത്ത പ്രോബ്ലം പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് നമ്മൾ ഡിറ്റർമിനൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് P ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് L ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് D ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് U. ട്രാൻസ്പോസ് എടുക്കുകയാണ്. അപ്പോൾ PA ഈക്വൽ ടു LDU. അപ്പോൾ A ട്രാൻസ്പോസ് P ട്രാൻസ്പോസ് എടുക്കുമ്പോൾ
L trans U transpose D transpose L transpose. അപ്പം റൂൾ 9 യൂസ് ചെയ്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് യു ട്രാൻസ്പോസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഡി ട്രാൻസ്പോസ് ഡിറ്റർമിനൻ്റ് ഓഫ് എൽ ട്രാൻസ്പോസ്. അടുത്ത ദ ഡിറ്റർമിനൻ്റ് ചേഞ്ചസ് സൈൻ വെൻ ടു കോളംസ് ആർ എക്സ്ചേഞ്ച്ഡ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു റോസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സൈൻ ചേഞ്ച് ആവും, അതുപോലെ 2 കോളംസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റർമിനൻ്റിൻ്റെ സൈൻ ചേഞ്ച് ആവും. 2 ഈക്വൽ കോളംസ് പ്രൊഡ്യൂസസ് 0 ഡിറ്റർമിനൻ്റ് ആൻഡ് ഡിറ്റർമിനൻ്റ് ഡിപ്പെൻഡ്സ് ലീനിയർലി ഓൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10 റൂളായിട്ട് തന്നിട്ടുള്ളത്. 10 റൂള് തന്നിട്ടുണ്ട്. ഈ 10 റൂളും നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്ത് പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം തന്നിട്ട് ഇതെന്താണ് ഏത് റൂളാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ റൂൾ അത്രയും നോക്കി വെച്ചേക്കുക. അതാണ് 4.2 എന്ന് പറയുന്ന സെക്ഷൻ. അടുത്ത് ഫോർമുലാസ് ഫോർ ദി ഡിറ്റർമിനൻ്റ് കൊടുത്തിട്ടുണ്ട്. 4.3 നെക്സ്റ്റ് സെക്ഷനാണ്. 4.2 നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് 2 ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നോക്കിക്കോ. ഇഫ് എ ഈസ് ഇൻവെർട്ടബിൾ, എ ഇൻവെർട്ടബിൾ ആണെങ്കിൽ എ നമുക്കിങ്ങനെ പി എ ഇൻറ്റു എൽ ഡി പി എ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഇൻറ്റു യു വെയർ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് വെയർ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഗീവ്സ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു plus or minus determinant of L into determinant of D into determinant of U, which is equal to plus or minus product of pivots. ഇനി സൈൻ പ്ലസ് ഓർ മൈനസ് 1 ഇവിടെ പ്ലസ് ഓർ മൈനസ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ നമ്പർ ഓഫ് റോ എക്സ്ചേഞ്ചസ് ഈസ് ഈവൻ ഓർ ഓഡ്. നമ്മൾ റോ എലിമിനേഷനും കോളം എലിമിനേഷനൊക്കെ ചെയ്യുമല്ലോ, അപ്പോഴത്തേക്കും എത്ര നമ്പർ ഓഫ് റോസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ച് പ്ലസ് ഓർ മൈനസും നമുക്ക് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൈൻ. Triangular factors have determinant of L equal to determinant of U equal to 1, determinant of D equal to determinant of D എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എലമെൻറ്റ്സ്. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എല്ലിൻ്റെ വാല്യൂവും ഡിറ്റർമിനൻ്റ് ഓഫ് യുവിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് എൽ ഡി യു ഫാക്ടറൈസേഷൻ നോക്കിക്കോ. ഒരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്, ഒരു മെട്രിക്സ് എ ബി സി ഡി, ഇതിനെ തന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ. ഒരു മെട്രിക്സിനെ ചേഞ്ച് ചെയ്ത്, അതായത് ഇവിടെ പറഞ്ഞ പോലെ സം പി എ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഇൻറ്റു യു, ഇത് എൽ ഡി യു എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ 1 0 സി ബൈ എ 1 എ 0 0 എ ഡി മൈനസ് ബി സി ബൈ എ 1 ബി ബൈ എ 0 1. പ്രോഡക്റ്റ് ഓഫ് പൈവോട്ട്സ് ഈസ് എ ഡി മൈനസ് ബി സി. കാരണം പ്രോഡക്റ്റ് ഓഫ് പൈവോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ മെയിൻ D1 ഇൻറ്റു D2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ ഡി മൈനസ് ബി സി കിട്ടും. അതാണ് പ്രോഡക്റ്റ് ഓഫ് ദി പൈവോട്ട്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 1, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 1. അതാണ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എൽ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് യു ഈക്വൽ ടു 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 1, ഡിറ്റർമിനൻ്റ് വാല്യൂ 1. ഇത് എൽ, ഇത് ഡി, ഇത് യു. ഇതിനെ തന്നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നതാണ്. അതാണ് സ്റ്റാൻഡേർഡ് ഫാക്ടറൈസേഷൻ. അടുത്ത് 4.2 സെക്ഷനുള്ള എക്സസൈസ് ആണിത്. ഒരു 4/4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു 4/4 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് 1/2 ആണ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനൻ്റ് ഓഫ് 2എയുടെ വാല്യൂ, ഡിറ്റർമിനൻ്റ് ഓഫ് മൈനസ് എ, ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു റൂളുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഫോർ എവറി സ്ക്വയർ മാട്രിക്സ് എ ഈസ് k/k മാട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ആൽഫ എ ഈക്വൽ ടു ആൽഫ പവർ k ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് 2a കണ്ടുപിടിക്കണം. അതായത് 2 പവർ k ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇവിടെ k എന്ന് പറഞ്ഞാൽ ഇത് 4/4 മാട്രിക്സ് ആയതുകൊണ്ട് k ഈക്വൽ ടു 4. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2 പവർ 4 ഇൻറ്റു 1/2 ഈക്വൽ ടു 8. ഡിറ്റർമിനൻ്റ് ഓഫ് മൈനസ് എ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -1 ദി ഹോൾ പവർ k ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു -1 ദി ഹോൾ പവർ 4 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/2. അതുപോലെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. Determinant of a square equal to determinant of a into determinant of a equal to 1/2 into 1/2 equal to 1/4. അതുപോലെ determinant of a inverse equal to 1 by determinant of a which is equal to 1 by 1/2 equal to 2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും.
പെട്ടെന്ന് ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഉള്ളത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കൂ. എല്ലാം അവർ തന്നെ അതിനകത്ത് തന്നിട്ടുണ്ട്. റോ എക്സ്ചേഞ്ച് ആണ്. ആഡ് റോ 1 ഓഫ് എ ടു റോ 2, then subtract row 2 from row 1, then add row 1 to row 2 and multiply row 1 by -1 to reach B. Which rule show the following? അപ്പോൾ ഡിറ്റർമിനൻ്റ് ഒരു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും. അഗെയിൻ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈക്വൽ ടു തന്നിട്ടുണ്ട്. ACD AB equals minus determinant of A equal to minus of ABCD. These rules could replace rule 2 in the definition of a determinant. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്തു ABCD. ഇവർ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ 2വിൽ റോ 1 പ്ലസ് റോ 2 അത് കൊടുക്കുകയാണ്. ദെൻ R1 ഈക്വൽ ടു R1 മൈനസ് R2. R1ൽ നിന്ന് R2 സബ്ട്രാക്ട് ചെയ്യുന്നതാണിത്. R1ൽ നിന്ന് R2 സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണിത്. എഗെയിൻ ഇതിൽ R2 ഇംപ്ലൈസ് R2 പ്ലസ് ഇതും ആഡ് ചെയ്ത് എഴുതുന്നതാണ് R2. R1 റിമൈൻസ് ദ സെയിം. ലാസ്റ്റ് വൺ R1 ഇംപ്ലൈസ് മൈനസ് R1. ആ നെഗറ്റീവ് പുറത്തെടുക്കുകയാണ്. മൈനസ് ഓഫ് മൈനസ് R1. അതപ്പോൾ ഈ നെഗറ്റീവ് പോവും. സോ CDAB വിച്ച് ഇസ് ഈക്വൽ ടു B. ഇതാണ് നിങ്ങളുടെ പുതിയ ഡിറ്റർമിനൻ്റ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ടു റീച്ച് B. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മെട്രിക്സ് എയിൽ നിന്ന് ഇത്രയും പ്രൊസീജിയർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് B എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അപ്പോൾ ABCD ഇത് നമുക്ക് CDAB ഇത്രയാണ് വന്നിട്ടുള്ളത്. വിച്ച് റൂൾ ഷോ ദി ഫോളോയിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ വരാൻ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നത്? അതെനിക്കോ ഇൻ ദ ഫസ്റ്റ് 3 ഇൻസ്റ്റൻസസ് നമ്മളിപ്പോൾ ചെയ്ത മൂന്ന് സ്റ്റെപ്പിലും ഫസ്റ്റ് വി സബ്ട്രാക്റ്റഡ് എ മൾട്ടിപ്പിൾ ഓഫ് 1 റോ ഫ്രം അനദർ. ദസ് അക്കോർഡിംഗ് ടു റൂൾ 5 ആണ്. അതായത് നേരത്തെ നമ്മൾ സെക്ഷൻ 2 പറഞ്ഞ 10 റൂളുണ്ട്. ആ 10 റൂളിനെയാണ് വീണ്ടും ഇവിടെ നമ്മൾ ഓരോ പ്രൊസീജിയറിലും പറയുന്നത്. അപ്പോൾ ഇവരുടെ ചോദ്യം നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ റൂൾസ് ഓരോന്നും പഠിച്ചു വെച്ചേക്കണം. ദസ് അക്കോർഡിംഗ് ടു റൂൾ 5 നമുക്ക് ABCD ഈക്വൽ ടു determinant minus C minus D A B. According to rule 3, determinant depends linearly on the first row. We conclude minus. ഇതിൽ നിന്ന് ഇത് ഒരു നെഗറ്റീവ് കൂടെ എടുക്കുമ്പം അഗെയിൻ CDAB കിട്ടും. CDAB. അപ്പോൾ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് മൈനസ് ABCD ഈക്വൽ ടു CDAB ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ ഏത് റൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്? റൂൾ 3 ആൻഡ് റൂൾ 5 കുഡ് റീപ്ലേസ് റൂൾ 2 ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ റൂൾ 3യും റൂൾ 5ഉം ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് റൂൾ 3യും റൂൾ 5ഉം ആണ്. അപ്പോൾ എന്നിട്ട് കിട്ടുന്നത് റൂൾ 2 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലാസ്റ്റ് കിട്ടുന്നത് റൂൾ 2. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള റൂൾസ് റൂൾ 3യും റൂൾ 5ഉം ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഏത് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളുടെ എക്സസൈസിലെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു എക്സസൈസിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും എക്സസൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.